മോർണിംഗ് വെൽക്കം ടു അവർ ചാനൽ ജാൻകി ദേവ്കി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതും ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. അതായത് നമ്മളുടെ ഒരു വളകാപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഒരു 10:30ക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് 10 ആയി കേട്ടോ ഇപ്പോൾ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള അവരുടെ ഫങ്ഷൻസ് നമ്മുടെ മലയാളി ഫാമിലി അല്ല, ഒരു തമിഴ് ഫാമിലീൻ്റെ ഒരു പക്ക ഒരു വളകാപ്പ് ഫംഗ്ഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇപ്പം നല്ല വെയിലാണ്. റെയിനൊന്നും ഇല്ല. രാവിലെ ഒരു റെയിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നല്ല വെയിലാണ്. ഹായ്, ഇതാണ് നമ്മൾ ഫങ്ഷൻ ഉണ്ടാവുന്ന ഹാള്. ഒരു ട്രഡീഷണലായിട്ട് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ദിസ് ഈസ് ദ പേഴ്സൺ. ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ കയറുന്ന ഭാഗം. അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് കാണാം. നല്ല അടിപൊളി ഡെക്കറേഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കയറുന്ന ഭാഗത്ത് തന്നെ അവർ വെൽക്കം ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു ടേബിളിൽ കുറച്ച് സ്വീറ്റ്, ഫ്ലവേഴ്സ്, പനിനീർ, അങ്ങനെ കുങ്കുമം, ചന്ദനം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതൊരു വെൽക്കം, ആൾക്കാരെ വെൽക്കം ചെയ്യേണ്ട ഒരു സെറ്റപ്പാണ്. അപ്പോൾ മേലെ ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കയറുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട് അവിടെ ഒരു ഇതിൽ ബോയോ ഗേളോ എന്നുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചന്ദനവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് മനസ്സിൽ തോന്നുമല്ലോ ഇത് ബോയ് ആണോ ഗേളാണോ എന്ന്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഗേളാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഗേളിനെയാണ് ചൂസ് ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഗേളിനെ ചൂസ് ചെയ്തു. എന്നിട്ട് അത് ചൂസ് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഗേളിനെ ചൂസ് ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഗേളാണ് ചൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് കേട്ടോ ഞാൻ വണ്ടറായത്. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച പോലെയല്ല, ഇത് ഒരു വലിയൊരു ഗ്രാൻഡ് സെലിബ്രേഷനാണ്. ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മളെല്ലാവരെയും വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ മെയിൻ സ്റ്റേജ്. അപ്പം ഡെക്കറേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഡെക്കറേഷൻസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വളകാപ്പ് ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഡയറക്റ്റായിട്ട് ഞാൻ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. എല്ലാവരും ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട് വിട്ടിട്ട് നമ്മൾ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് എത്രയോ എഫേർട്ടും കാര്യങ്ങളും അതിൽ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫംഗ്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 1-2 മാസത്തെ പ്രയത്നത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഇത്രയും ഗ്രാൻഡായിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ താലത്തിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, പലഹാരങ്ങളായിക്കോട്ടെ, അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ എന്ത് ഭംഗിയിലാണ്. ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റൂൾസ് വെച്ചിരിക്കുന്നത് പലതരത്തിലുള്ള പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വെക്കേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ബാർബി ഡോൾ തന്നെ കുറേ ഡയറി മിൽക്ക് വെച്ചിട്ട് നല്ല കഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ്. നമ്മൾ ഇത്തിരി നേരത്തെ എത്തിയത് കൊണ്ട് നമ്മൾ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ സ്റ്റാർ അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളുടെ മദർ ടു ബി എൻട്രിയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഈ വളകാപ്പ് ഫംഗ്ഷനിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല പട്ടുസാരി അതോ ഒന്നെങ്കിൽ നമ്മളുടെ പാരൻസ് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലാതെ അവരെ വീട്ടിൽ നിന്ന് മുൻകൂട്ടിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സിങ്ങും ഓർണമെൻറ്റ്സും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഉടുത്ത് നല്ലൊരു സുന്ദരിയായിട്ട് ഒരു കല്യാണ പെണ്ണിൻ്റെ പോലെയാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ഈ സ്റ്റേജിലേക്ക് വരുന്നത്.
ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആൻഡ് ഇവരുടെ വളകാപ്പ് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്റ്റേജിൽ വെക്കേണ്ട ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന റിട്ടേൺ ഗിഫ്റ്റ്സ് ആണിത്. വേപ്പിൻ്റെ മരമില്ലേ, വേപ്പിൻ്റെ ഇതുകൊണ്ടാണ് പോലും ഫസ്റ്റ് വളയിടുക, അതിന് ശേഷം കുപ്പി വളയിടുക. വേപ്പില ഇതാ ഫസ്റ്റ് പോടുവാണ്. ഓക്കെ, ബാംഗിൾസ് പോടും മുന്നാടി അല്ലേ. ആദ്യം ഇട്ട് കൊടുക്കുന്നത് നീം ബാംഗിൾസ് ആണ്. നീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇല. വേപ്പിൻ്റെ ഇലേനെ കൊണ്ട് അതിൻ്റെ തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ബാംഗിളാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് ഫസ്റ്റ് കയ്യിലിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മളുടെ കുപ്പിവളകൾ ഇട്ട് കൊടുക്കുന്നത്. നീം ബാംഗിൾ ഇടുന്നതിന് കുറേ റീസൺസ് പറയുന്നുണ്ട്. അതൊരു പ്രൊട്ടക്ഷനാണ്, നെഗറ്റീവ് എനർജിയിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണെന്ന് പറയുന്നുണ്ട്. സിമ്പിൾ ഓഫ് ഗുഡ് ഹെൽത്താണെന്ന് പറയുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് തരുമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ റിച്വൽ പെർഫോം ടു ബ്ലെസ് ആൻഡ് പ്രൊട്ടക്ട് ദ മദർ ആൻഡ് അൺബോൺ ബേബി. Valakapu is not just about wearing bangles. It is a beautiful tradition filled with love, blessings and hope for the new life arriving soon. 5-6 മാസം ഉള്ളപ്പം നമ്മളുടെ കുട്ടിക്ക് പുറത്തുനിന്ന് ഉള്ള സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ഒരു ബിലീഫ്. ആ സമയത്ത് നമ്മളുടെ ഗ്ലാസ് ബാംഗിൾസിൻ്റെ ചിങ് ചിങ് എന്നുള്ളൊരു സൗണ്ട് കുട്ടിക്ക് ഏർലി ആയിട്ടുള്ള സൗണ്ട് റെക്കഗ്നിഷൻ ഉണ്ടാകും എന്നൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ, അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ട്രൂത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വയറിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പുറത്തുള്ള സൗണ്ട്സ് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സോഫ്റ്റ് സൗണ്ട് ഓഫ് ബാംഗിൾസ് എന്താ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുട്ടിക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കും. ആഫ്റ്റർ ബർത്ത് ഓൾസോ ആ ഒരു ഫെമിലിയാരിറ്റി ടു ദ മദർ കുട്ടിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു സയൻറ്റിഫിക് റീസൺ ഇതിൻ്റെ പിന്നിൽ പറയുന്നത്. അങ്ങനെ ഹസ്ബൻഡിനെയും വൈഫിനെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത് കൊണ്ടുവന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവരവിടെ ഇരിക്കും. അപ്പം നമുക്ക് വളകാപ്പ് ഫംഗ്ഷനെ കുറിച്ച് പറയാം. വളകാപ്പ് ഫംഗ്ഷന് വേറൊരു പേരും കൂടിയുണ്ട്, സീമന്തം. ഇത് ഒരു സൗത്ത് ഇന്ത്യൻ ബേബി ഷവർ ഫംഗ്ഷനാണ്. അതും നമ്മൾ നടത്തുന്നത് ഒരു 7-ാം മാസത്തിൽ അല്ലെങ്കിൽ 9-ാം മാസത്തിലാണ്. മെയിനായിട്ട് ഈ ഫംഗ്ഷൻ നടത്തുന്നത്
ടു പ്രേ ഫോർ സേഫ് ഡെലിവറി അല്ലേ. സുഖപ്രസവത്തിന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് അല്ലേ, അമ്മക്കും കുട്ടിക്കും നല്ല ആരോഗ്യവും സന്തോഷവും ഒക്കെ തരണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തുന്നത്. ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും പ്രസവം നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ വളകാപ്പ് ഫംഗ്ഷനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ്സും ഫ്രൂട്ട്സും. അത് സിംബലൈസ് ചെയ്യുന്നത് സ്വീറ്റ്നെസ്, പ്രോസ്പെറിറ്റി ആൻഡ് ഗുഡ് ഹെൽത്ത് ഫോർ ദ മദർ ആൻഡ് ബേബി. പിന്നെ മെയിനായിട്ട് ഒരു മീനിങ് എടുക്കുകയാണെങ്കിൽ വള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ബാങ്കിളാണ്. അതേപോലെ തന്നെ കാപ്പ് മീൻസ് അതൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിക്കാണ് പറയുന്നത്. അതായത് ബാങ്കിൾ പ്രൊട്ടക്ഷൻ എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇതാ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്ന ആളാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചന്ദനം, കുങ്കുമം അതൊക്കെ അണിയിച്ച് പൂവൊക്കെ ഇട്ട് നമ്മൾ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് ബാംഗിൾ സെറിമണി ആണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുപ്പിവള അണിയിക്കുകയും എല്ലാ ആശീർവാദങ്ങളും നേരുകയാണ് ചെയ്യുന്നത്.
വന്നിരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഈ ഒരു ഫംഗ്ഷൻ ചെയ്യാവുന്നതാണ്. ഇവരുടെ അനുഗ്രഹിച്ച് നമുക്ക് ബാങ്കുകളൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് സമ്മാനമായി നൽകാം. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് എനിക്ക് കാണാനും ഇതിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്.
നമ്മളുടെ ചടങ്ങിലൊരു മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് ആയിപ്പോയി കേട്ടോ. നമ്മളെ ഗർഭിണി പിള്ളേരും ചെറിയ കുട്ടികളും ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ആലോചിക്കുന്നത്, ഇവരിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് 1 മാസം അല്ലെങ്കിൽ 2 മാസം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു ഫങ്ഷനാണ്. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയത്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ എത്രയോ ടൈം അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡെക്കറേഷൻ ആയിക്കോട്ടെ, കുട്ടികളുടെ പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വലിയ ലേഡീസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ള് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല.
അങ്ങനെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരു ടിപ്പിക്കൽ വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അപ്പോൾ പേഴ്സണലി ഞാനൊരു നോൺ വെജിറ്റേറിയൻ ആണ്, പക്ഷേങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഫുഡ് അത്രയും അടിപൊളി ഫുഡായിരുന്നു. പക്ക തമിഴ് സ്റ്റൈൽ ഫുഡാണ്. നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റി റൈസസ് പ്ലസ് പായസം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഫുള്ളിരുന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ ഏകദേശം ഒരു 2:33 ടൈമായിട്ടുണ്ട്. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും എനിക്കിത് വളരെ ഒരു മറക്കാനാവാത്തൊരു മെമ്മറി തന്നൊരു ഫങ്ഷനാണ്. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വളകാപ്പ് സീമന്തം ഫങ്ഷനാണ്. അതും എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ, നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിൽ എല്ലാം എനിക്ക് വളരെ സന്തോഷവും അവരുടെ അടുത്ത് നന്ദിയുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.